കലോത്സവ നഗരിയിൽ മത്സരങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി തകൃതിയായി നടക്കുകയാണ്. ഒപ്പം കലോത്സവ നഗരിയുടെ പുറത്ത് ഇവിടെ കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നു വരുന്നത് ദാഹശമനിയിലാണ്. എനിക്കൊന്നു ഏറ്റവും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നു വരുന്നത് ദാഹശമനി വിഭാഗത്തിലാണ്. എനിക്ക് ഇവിടുത്തെ കച്ചവടക്കാർക്ക് നല്ല തിരക്ക് തന്നെയുണ്ട്. നമുക്ക് ചോദിച്ചറിയാം അവരുടെ കാര്യങ്ങളൊക്കെ. കമാൺ. നമുക്ക് ഇവിടുത്തെ ഈയുടെ കലോത്സവ നഗരിക്ക് സമീപം കച്ചവടം നടത്തുന്ന ഒരാളെന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ, എന്താണ് പേര്? അബ്ദുല്ല. ഇവിടെ കലോത്സവം 7 വേദികളിൽ തകൃതി നടക്കുകയാണല്ലേ? അതെ, ശരി. ഒപ്പം നിങ്ങളുടെ കച്ചവടവും തകൃതി നടക്കുന്നുണ്ട്. അതിൽ സന്തോഷമാണ്. സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏതാണ് ചിലവാകുന്നത്? ഏറ്റവും ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. ഫ്രൂട്ട് പറഞ്ഞ് ഇത് വത്തക്ക ജ്യൂസ്, വത്തക്ക കഷ്ണം, ഇങ്ങനെ കച്ചവടമുള്ളൂ നമ്മളത്. തണ്ണിമത്തൻ. അതെ, വത്തക്ക പീസാക്കി വിൽക്കുന്നുണ്ട്, ജ്യൂസാക്കി വിൽക്കുന്നുണ്ട്. അത് ശരിയായിട്ട് പോകുന്നുണ്ട്, ശരിക്കും പോകുന്നുണ്ട്. നിങ്ങളുടെ നമ്മളെ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് നിർദ്ദേശങ്ങൾ തരുന്നുണ്ടോ? നല്ല ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണമെന്ന്, ഐസ് മറ്റേ ബ്ലോക്ക് ഐസ് ഇട്ടുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം വേദികളെല്ലാം മത്സരങ്ങൾ തകർന്ന് നടക്കുമ്പോൾ ഇത്തരം ഒരു ജില്ലാ കലോത്സവം അല്ലെങ്കിൽ പല നല്ല നല്ല ഐറ്റംസ് ഉണ്ട് അല്ലേ? ഇത് കാണാൻ പറ്റുന്നതിൻ്റെ വിഷമമുണ്ടോ? കാരണം കച്ചവടം ഒഴിവാക്കാനും പറ്റില്ല, അത് കാണാനും പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല നമുക്ക്. കച്ചവടം ഇപ്പം ഉച്ച സമയം നല്ല തിരക്കിട്ട കച്ചവടം നടക്കുന്നുണ്ട്. ആ ടൈമിനാണ് അവരൊക്കെ അവിടെ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണാൻ വിഷമാകുന്നുണ്ട്, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. അതൊരു വിഷമമുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ ജീവിതമാർഗ്ഗം കൂടിയാണല്ലോ ഇതല്ലേ? അപ്പം കച്ചവടമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കച്ചവടം ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ശരി, താങ്ക്സ്. ഇവിടെ മത്സരങ്ങളിൽ തകൃതി നടക്കുന്നുണ്ട് അപ്പുറത്ത് ഇല്ലേ? ഈ മത്സരം ഒന്നും കാണാൻ പോണ്ടേ? പോണം. അപ്പോൾ കച്ചവടം ഇവിടെ ആളുണ്ട്. എങ്ങനെ പോകുന്നു? നമ്മുടെ കലോത്സവത്തോട് ബന്ധപ്പെട്ട് എങ്ങനെ കച്ചവടം എങ്ങനെ പോകുന്നു? നല്ല അടിപൊളി. ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആരോഗ്യ പ്രവർത്തകരൊക്കെ വരുന്നുണ്ടോ? അവര് മാർഗനിർദ്ദേശമൊക്കെ തരുന്നുണ്ടോ? തരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്? ഇവിടെ പുല്ലുമുട്ടായി ചോളാപ്പുരി. നല്ല ബിസിനസ് ആണ്, നല്ല കൊയ്ത്താണ്. നല്ല കൊയ്ത്ത്.